ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ കുറച്ച് ആമസോൺ പ്രൊഡക്റ്റുകൾ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. ഇത് ഞാൻ മേടിക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസത്തിലധികമായി. അപ്പോൾ കുറച്ച് സാധനങ്ങളായി കഴിഞ്ഞ് കഴിയുമ്പം ഒരുമിച്ച് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. വന്നപ്പോൾ തന്നെ ഞാൻ പൊട്ടിച്ച് നോക്കിയായിരുന്നു കേട്ടോ. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യണമല്ലോ. അപ്പം എനിക്കങ്ങനെ അധികം ഒന്നും റിട്ടേൺ ചെയ്യേണ്ടി വന്നില്ല. പിന്നെ ഒന്ന് രണ്ട് സാധനങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടാത്തതുണ്ട്. അപ്പോൾ അതും ഞാൻ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാം, അതിൻ്റെ ക്വാളിറ്റിയും കൂടി. അപ്പോൾ കുറച്ച് നാളൊന്ന് നോക്കിയിട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്. എൻ്റെ ആവശ്യം അനുസരിച്ച് മേടിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളും കൂടിയാണ്. അപ്പോൾ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളും ഞാൻ ഇനിയുള്ള വീഡിയോകളിലും ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ആ പ്രൊഡക്റ്റുകൾ കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് എന്തിനൊക്കെ വേണ്ടിയാണ് ഞാൻ മേടിച്ചതെന്നുള്ളതും കൂടി ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കിയാലോ. നമ്മുടെ ആദ്യത്തെ പ്രൊഡക്റ്റ് ഒരു മസാല ബോക്സ് ആണ് കേട്ടോ. ഞാൻ ഒത്തിരി ടൈപ്പ് മസാല ബോക്സ് കാണാറുണ്ട്. ഇത് ഓർഡർ ചെയ്തതിനൊരു കാരണം കൂടിയുണ്ട്. എല്ലാ മസാല ബോക്സുകളും ഞാനിങ്ങനെ നമുക്ക് നേരെ തന്നെ വെക്കണം. അതൊന്നും തിരിഞ്ഞാലോ ഒന്നും ഒക്കെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയി പോകുന്ന ടൈപ്പാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് വേണ്ടിയിരുന്നത് ഓരോ മസാല ബോക്സുകളുടെ ഉള്ളിലുള്ള ഓരോ ചിപ്പുകളും അടപ്പുള്ള ടൈപ്പ് വേണമായിരുന്നു. അപ്പോൾ ഞാൻ ഒത്തിരി നാൾ തപ്പിയതിന് ശേഷം കേട്ടോ എനിക്കിത് കിട്ടിയത്. ഇതിൻ്റെ സ്റ്റീലൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി, നല്ല കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ ഓരോ ബോക്സുകൾക്കും പ്രത്യേകം അടപ്പുണ്ടായിരുന്നു. അത് നമുക്ക് പുറത്തുനിന്ന് കാണാനും പറ്റും. അങ്ങനത്തെ ഒരു ടൈപ്പിലുള്ള അടപ്പാണ് കേട്ടോ. എന്താണ് അതിൻ്റെ ഉള്ളിലുള്ളത് എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അതിൻ്റെ പുറത്ത് നമ്മൾ എഴുതി വെക്കേണ്ട കാര്യമൊന്നുമില്ല എന്താണ് അതിൻ്റെ ഉള്ളിൽ എന്നുള്ളത്. പിന്നെ നടുക്കിലൊരു ബോക്സ് ഇതുപോലെ തന്നെ 4 പാർട്ടീഷനൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അതും നല്ല ഒരു ക്വാളിറ്റിയുള്ള ഐറ്റംസുകളാണ്. അതിൻ്റെ എല്ലാ ചെപ്പുകളുടെ എല്ലാം സ്റ്റീലുകളെല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതായിട്ടാട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. ഒരു 8 ബോക്സാണ് ടോട്ടൽ ഉണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു 3 ചെറിയ സ്പൂണും കൂടി ഉണ്ടായിരുന്നു സ്റ്റീലിൻ്റെ. നമുക്ക് ആവശ്യത്തിനുള്ളത് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇട്ട് വെക്കാൻ പറ്റുന്ന സൈസിനുള്ള ഒരു സ്പൂണായിരുന്നു കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ ആദ്യത്തെ ഐറ്റം ഉണ്ടായിരുന്നത്. നമുക്ക് ഇങ്ങനത്തെ സ്റ്റീലിൻ്റെ സ്പൂണുകൾ നമുക്ക് സെപ്പറേറ്റ് സ്റ്റീലിൻ്റെ കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടും കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ 3 രൂപ 4 രൂപയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ആദ്യം മേടിച്ച ഐറ്റം. ഇതിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. രണ്ടാമത്തെ ഐറ്റം ഒരു സ്റ്റീലിൻ്റെ ഡബ്ബയായിരുന്നു. സ്റ്റീലിൻ്റെ ഡബ്ബ അതൊരു പ്ലാസ്റ്റിക് ലിഡ്സ് കൂടെയുള്ള ടൈപ്പാണ്. ഈ ലിഡ് എനിക്ക് അത്രയും ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. ഭയങ്കര കനം കുറഞ്ഞതായിരുന്നു ലിഡ്. അപ്പം ഞാനിത് ഫ്രീസറിലേക്ക് എനിക്ക് മീറ്റൊക്കെ എടുത്ത് വെക്കാം എന്നുള്ള രീതിയിലാണ് ഞാനിത് ഓർഡർ ചെയ്തത്. ഫിഷൊക്കെ നമുക്ക് എടുത്ത് വെക്കാനായിട്ട് കുറച്ചും കൂടി നല്ല ടൈപ്പാണ്. ഇങ്ങനെ പരന്നിരിക്കുന്നത്, ഒരുപാട് സ്ഥലമെടുക്കില്ല, എന്നാൽ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി കൊള്ളുകയും ചെയ്യും കേട്ടോ. എല്ലാ ബോക്സുകളും ഇതുപോലെ അടിപൊളിയായിട്ട് പ്ലാസ്റ്റിക്കൊക്കെ ഇട്ട് കോറിലൊന്നും വരാതെ നന്നായിട്ട് റാപ്പ് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആകെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത് അതിൻ്റെ ലിഡിൻ്റെ ഒരു കാര്യത്തിലായിരുന്നു കേട്ടോ. ഇത് 4 എണ്ണത്തിൻ്റെ ഒരു ബോക്സ് ആയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് നോക്കി മേടിക്കാം. അടുത്ത ഐറ്റം ഒരു നൈഫ് ഹോൾഡറാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. വുഡിൻ്റെയൊക്കെ നൈഫ് ഹോൾഡർ ഞാൻ മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, അതിന് ക്ലീൻ ആക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. നമ്മുടെ നൈഫിൽ എന്തെങ്കിലും വല്ല എന്താണ് പറയുക, ഈ പൂപ്പൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ് ഈ വുഡിൻ്റെ നൈഫ് ഹോൾഡേഴ്സൊക്കെ ആകുമ്പോൾ. അപ്പം എനിക്ക് ഇങ്ങനെ ഇൻഡിവിജ്വലായിട്ട് ഓരോ പാർട്ടും എടുത്ത് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന മാതിരത്തെ ഒരിത് വേണമായിരുന്നു. ഇതും ഞാൻ ഒത്തിരി നോക്കിയിട്ട് എനിക്ക് കിട്ടിയതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. ഇത് നമുക്ക് ഓരോരോ പാർട്ടായിട്ട് എടുത്ത് ക്ലീൻ ആക്കാനായിട്ട് പറ്റും. ഇതൊരു ബ്ലാക്ക് ആൻഡ് സ്റ്റീൽ കോമ്പിനേഷനിൽ തന്നെയാണ് ഞാൻ തപ്പിയെടുത്തത്. കാരണം എൻ്റെ കിച്ചണിലെ പ്രൊഡക്റ്റുകളെല്ലാം ഓൾമോസ്റ്റ് ഒരു ബ്ലാക്ക് കളറാണുള്ളത്. അപ്പോൾ അതിനോടുകൂടി ചേർന്നിരിക്കുന്ന ടൈപ്പുള്ള ഒരു ഇതാണ് കേട്ടോ ഞാൻ എടുത്തത്. നമുക്കിങ്ങനെ നൈഫ് ഹോൾഡ് ചെയ്യാം. അപ്പുറത്ത് 2 പാർട്ടുണ്ട്. അവിടെ നമുക്ക് വേണമെങ്കിൽ സ്പൂണോ അല്ലെങ്കിൽ പീലറോ എന്ത് വേണമെങ്കിലും നമുക്ക് ഹോൾഡ് ചെയ്യാം. അടുത്തതാണ് ഒരു പൊട്ടറ്റോ റൈസർ. പൊട്ടറ്റോ റൈസർ എനിക്ക് വളരെയധികം ആവശ്യമുള്ള സാധനമാണ്. സ്മാഷ് ചെയ്യുന്ന ഇത് വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുമ്പം ചെയ്യാറുള്ളത് കേട്ടോ. ഇതെനിക്കിപ്പം കട്ട്ലേറ്റ് ഉണ്ടാക്കാനൊക്കെ കുറച്ചും കൂടിയും ഈസിയാണ്. അതിന് ഇതുപോലെ 3 ഇത് വരുന്നുണ്ട്, അടിയിലിടുന്ന ഒരു അച്ച് കേട്ടോ. അതിൽ 3 സൈസിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിപ്പം അനുസരിച്ച് അത്
പ്രസ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ടൈപ്പിനാണ്. ഇതിൻ്റെ ആ ഹാൻഡിലിൻ്റെ ഭാഗത്തുള്ള സ്റ്റീലിൻ്റെ ഭാഗം ഇച്ചിരി ഒരു ഷാർപ്പായിട്ട് തോന്നി കേട്ടോ എനിക്ക്. ബാക്കിയെല്ലാം അടിപൊളിയാണ്. അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം സൂപ്പറാണ്. ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ പറയാവേ. അടുത്ത ഐറ്റം ഞാൻ നോക്കിയിരുന്ന് മേടിച്ചൊരു സാധനമാണ്. ഒരുപാട് നാളായി ഇത് ഞാൻ കാർട്ടിലെടുത്ത് ഇട്ടിട്ട്. ഇതിന് നമുക്ക് വാറണ്ടി കാർഡൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ ഇതൊരു ഇടിയപ്പം മേക്കറാണ്. ഇതിനിതാ ഇങ്ങനെ ഒരു ചാർജർ വരുന്നുണ്ട്. ഇത് എന്താണ് പറയുക, കേബിൾ കുത്തിയിട്ട് വർക്ക് ചെയ്യുന്ന ടൈപ്പല്ല കേട്ടോ, അല്ലാണ്ട് ചാർജ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പാണ്. ഇതിലങ്ങനെ മാവിടുന്ന ഒരു ഇതുണ്ട്. പിന്നെ ഇതുപോലെ കുറേ അച്ചുകളും ഉണ്ട്. നമുക്ക് പാസ്തയൊക്കെ ചെയ്തെടുക്കണമെങ്കിലും ഇതിൻ്റെ അകത്ത് ചെയ്തെടുക്കാൻ ഈസിയാണ് കേട്ടോ. മാവ് അളന്നെടുക്കുന്നതിനുള്ള ഒരു പാത്രമുണ്ട്. പിന്നെ ഇതാണ് അതിൻ്റെ മെയിൻ ഭാഗം വരുന്നത്. ഇത് വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ അത് കുറച്ചൊന്ന് നമ്മൾ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. പിന്നെ അതിനെ ചാർജ് ചെയ്യുന്നത് ആ ഭാഗത്താണ്, ഞാനിപ്പോൾ കാണിച്ചില്ലേ ആ ഭാഗത്താണ് ചാർജ് ചെയ്യുന്നത്. ഇതിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ ഒരു ആഷ് ഒരു റൗണ്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിങ്ങനെ വെക്കുമ്പോൾ അതിൽ പോറൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് അതിൻ്റെ അച്ച് മാറ്റി ഇടുന്നത് ഈ അടിഭാഗം ഇങ്ങനെ ഊരിയിട്ടാണ് ഇടുന്നത്. പിന്നെ നമ്മൾ ആ മെയിൻ അതിൻ്റെ ആ മെഷീനിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കയറ്റിയിട്ട് ഒന്ന് തിരിച്ചെടുത്താൽ മതി, അതവിടെ ലോക്കായിട്ട് കിടന്നോളും കേട്ടോ. അതിൻ്റെ ആ ഭാഗത്ത് മുകളിൽ തന്നെ ആയിട്ട് അതിന് ചാർജ് ചെയ്യാനായിട്ടുള്ള ഒരു പാർട്ടും പിന്നെ സ്റ്റാർട്ട് ചെയ്യാനും പോസ് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഓരോരോ ഭാഗങ്ങളും ഉണ്ട് കേട്ടോ. അപ്പം ഇത് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാവേ. പിന്നെ ചില ബോക്സുകളൊക്കെ ഞാൻ പൊട്ടിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അത് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്താട്ടോ ഞാൻ പൊട്ടിക്കുന്നത് തന്നെ. ഇതൊരു സോസ് പാനാണ്. എൻ്റെ സോസ് പാന് ഇച്ചിരി ഒരു ഡാമേജ് ആയി തുടങ്ങിയപ്പം ഇതൊരു 1 ലിറ്റർ സോസ് പാനാണ് കേട്ടോ. ഞാനിതൊരെണ്ണം കാട്ടിലെടുത്തിട്ട് ഒത്തിരി നാളായി, എന്നിട്ടാണ് ഇപ്പോഴാണ് ഇത് ഓർഡർ ചെയ്യുന്നത്. ഇത് ഡിഷ് വാഷർ സേഫാണ്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി സ്റ്റീലിൻ്റെയാണ്. ഇതിൻ്റെ ഹാൻഡിലും അതുപോലത്തെ തന്നെ നല്ല അടിപൊളി നല്ല വെയിറ്റ് ഉണ്ട് പാത്രത്തിന്. അപ്പോൾ അടിഭാഗം കട്ടിയും കൂടിയുണ്ട്. അത്യാവശ്യം നല്ല പാത്രമാണ് കേട്ടോ ഇത്. പിന്നെ ഇതൊന്നും പ്രമോഷൻ വീഡിയോസ് അല്ല. അത് കാരണം കൊണ്ട് ഞാനിത് ഉപയോഗിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് ഇനി അടുത്ത വീഡിയോകളിൽ റിവ്യൂ പറയാം കേട്ടോ. അടുത്തൊരു ഐറ്റം ഞാനൊരു എന്താണ് പറയുക, ഒരു വുഡൻ ട്രേ വിത്ത് ലിഡ് അതുപോലെയുള്ള ഒരു ഐറ്റമാണ് ഞാൻ മേടിച്ചത്. എനിക്ക് ഇപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വന്നാലോ ഒക്കെ നമുക്ക് ഇട്ട് വെക്കാൻ പറ്റുന്ന മാതിരത്തെ, കുക്കീസൊക്കെ കീപ്പ് ചെയ്യാനും ഒക്കെ പറ്റുന്ന മാതിരത്തെ ഒരു ഇതാണ് വന്നത്. അതിൻ്റെ മുകളിൽ ഒരു നോബുണ്ട്. അപ്പോൾ ആ നോബ് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പിടിച്ചെടുക്കാൻ പറ്റും. പക്ഷെ അതിൻ്റെ മുകളിലുള്ള അത് പ്ലാസ്റ്റിക്കിൻ്റെ കവറിങ് ആണ് കേട്ടോ. അത് ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. കാരണം അതിൽ 1-2 ചെറിയ പോറലുകൾ ഉണ്ടായിരുന്നു കേട്ടോ വന്നപ്പം. അതുകൊണ്ട് അത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ താഴെയുള്ള അതിൻ്റെ ആ വുഡൻ ട്രേ അത് നല്ല അടിപൊളി സൂപ്പർ സാധനമായിരുന്നു. നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നു. എനിക്ക് തോന്നുന്നു ബാംബൂൻ്റെ ആണെന്ന് തോന്നുന്നു അത്. അതിൻ്റെ സൈഡിൽ ഫുള്ള് ഗോൾഡിൻ്റെ ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട് അവർ. അത് നല്ല അടിപൊളിയായിട്ട് നമുക്കത് വെക്കുമ്പം തന്നെ ഡെക്കറേഷൻ പർപ്പസിന് എന്തായാലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റമാണ്. അതുകൊണ്ട് ഞാനിത് മടക്കി കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ചു. എന്തെങ്കിലും കാര്യങ്ങൾ യൂസ് ചെയ്യാനൊക്കെ എടുക്കാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും കിച്ചണിൽ ഓൾമോസ്റ്റ് ഉണ്ടാകുന്ന ഒരു സാധനമാണ് ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്ന ഈ ഷീറ്റ്. എൻ്റെ ഇവിടെയും ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഐറ്റമാണ് കേട്ടോ. എനിക്ക് വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഗ്രിപ്പ് പോയി. അതിൻ്റെ ആ ഷീറ്റിൻ്റെ താഴെ അതിനൊരു ഗ്രിപ്പുണ്ട്. ഒരു പശയല്ല അത്, നമ്മൾ ഈ നമ്മുടെ ഈ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ ഇടുമ്പം അതിങ്ങനെ നന്നായിട്ട് ഹോൾഡ് ചെയ്ത് നിൽക്കും, പിടിച്ച് നിൽക്കും. ആ ഒരു ഗ്രിപ്പ് പോയി എൻ്റെ പഴയതിൻ്റെ. കുറേ നാളായാലും ഉപയോഗിക്കുന്നു, അതുകൊണ്ടായിരിക്കാം. പക്ഷെ അതിനൊരു കീറലോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ഐറ്റമാണ് കേട്ടോ. ഇത് നിങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇതൊരു ഐറ്റം മേടിച്ച് ഉപയോഗിച്ച് നോക്കണം. ചപ്പാത്തി പരത്താനും പൂരിക്കും പിന്നെ നമുക്ക് ഈ ബ്രെഡിനൊക്കെ ആണെങ്കിലും ഡിന്നർ റോൾസിനൊക്കെ ആണെങ്കിലും മാവ് കുഴയ്ക്കാനും ഒക്കെ നല്ല ഐറ്റമാണ്. അപ്പോൾ കൗണ്ടർ ടോപ്പിൻ്റെ പുറത്ത് സുഖമായിട്ട് വിരിച്ചിട്ടിട്ട് നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അടുത്ത ഐറ്റമാണ് ഇനി ഒരു ലിഡ് ഓർഗനൈസർ. ഈ ലിഡ് ഓർഗനൈസർ ഞാൻ വേണോ വേണ്ടയോ എന്നുള്ളത് ആലോചിച്ച് മേടിച്ചൊരു സാധനമാണ്. കാരണം എനിക്ക് ഫ്രിഡ്ജിലേക്കൊക്കെ എല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കാൻ ഇഷ്ടം പോലെ ബോക്സുകളുണ്ട്. അപ്പോൾ എനിക്ക് ചില സമയത്ത് അതിൻ്റെ അകത്ത് സ്പേസ് തികയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ലിഡ് സെപ്പറേറ്റ് വെച്ചിട്ട്
ബോക്സ് ഇങ്ങനെ മുകളിൽ അടുക്കി വെക്കുന്ന മാതിരി ഒന്ന് വെച്ച് നോക്കിയാലോ എന്ന് വിചാരിച്ച് മേടിച്ചതാണ്. ഇത് ലിഡ് വെക്കാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് പ്ലേറ്റ്സ് വെക്കാനും കൂടി എടുക്കാം കേട്ടോ. കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലൊക്കെ അത്യാവശ്യം കനമുണ്ട് ഇതിന്. ഒരു വൈറ്റ് കളറിൻ്റെയാണ് ഞാൻ മേടിച്ചത്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ വേറെ കളേഴ്സും അവൈലബിൾ ആണ്. ഇതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാവേ. ഇത് പിന്നെ ഞാനിവിടെ ക്ലീനിങ്ങിന് യൂസ് ചെയ്യുന്ന ടവലുകളാണ്. ടവിൽസ് എന്ന് പറയുമ്പം പല ടൈപ്പിലുള്ള, ഞാൻ എൻ്റെ ഒരു ക്ലീനിങ് വീഡിയോയിൽ വേറൊരു ടൈപ്പ് ടവിലും കൂടി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടെ ഞാൻ കോമൺ ആയിട്ട് എടുക്കുന്നത്, മൈക്രോ ഫൈബറിൻ്റെ. ഇതിൻ്റെ പല കളേഴ്സും യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ യെല്ലോ, ബ്ലൂ, വൈറ്റ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അത് ഓരോ കളറും ഓരോ പർപ്പസിനുണ്ട്. ഇപ്പം ബാത്റൂമിൽ ക്ലീൻ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് പൊടിയൊക്കെ തുടയ്ക്കാനോ ഒക്കെ ഓരോ കളർ വെച്ചിട്ടാണ് ഞാനിവിടെ യൂസ് ചെയ്യാറുള്ളത്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ടവിലുകളാണ്. കുറച്ച് അത്യാവശ്യം നാൾ കേടുകൂടാണ്ട് നിൽക്കുകയും ചെയ്യുന്ന ടവലുകളാണിത്. ഇനി ഉള്ള ഐറ്റംസുകൾ കുറച്ച് ക്രാഫ്റ്റിൻ്റെ സാധനങ്ങളാണ്. ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ കുറേ നാൾ കാർട്ടിലെടുത്തിട്ടിട്ടാണ് ഈ ക്രാഫ്റ്റിൻ്റെ ഓരോ സാധനങ്ങളും കൂടി മേടിക്കുന്നത്. ഇത് ഗ്രാനി സ്ക്വയർ ഒക്കെ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ബോർഡാണ്. അതിൻ്റെ ഷേപ്പ് നല്ല അടിപൊളിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. അതിൻ്റെ കൂടെ ഇങ്ങനെ ഓരോ സ്റ്റിക്കും കൂടി വരുന്നുണ്ട്. സ്റ്റീലിൻ്റെ സ്റ്റിക്കാണത്. നമുക്കിങ്ങനെ വെച്ചിട്ട് ഏത് സൈസിലുള്ള ഗ്രാനി സ്ക്വയർ ആണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് നമുക്കത് വെച്ച് വെക്കാം. അപ്പം നമുക്ക് അതിൻ്റെ ആ ഷേപ്പ് അത് നന്നായിട്ട് കിട്ടും, അത് ഹോൾഡ് ചെയ്ത് വരും. ഇതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് ടേപ്പിസ്ട്രി നീഡിൽസിൻ്റെ ഒരു സെറ്റും കൂടി അവർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഇതെല്ലാം ഒരേ സൈസിലുള്ളതാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റാണ്. പിന്നെ ഞാൻ ക്രാഫ്റ്റിൻ്റെ സെക്ഷനിൽ നിന്ന് ഓർഡർ ചെയ്തത് കേട്ടോ ആദ്യം. അടുത്തത് ഒരു ഫയൽ ഹോൾഡറാണ് കേട്ടോ. ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു ഫയൽ ഹോൾഡറാണ് ഞാൻ എടുത്തത്. ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു വൈറ്റ്, പിന്നെ വേറെ ഏതോ 1-2 കളറും കൂടിയുണ്ട്. അപ്പം ഇത് എനിക്ക് വളരെ ആവശ്യമുള്ള കാര്യമാണ്. എൻ്റെ ടേബിളിൻ്റെ പുറത്തോട്ട് നമുക്ക് പഠിക്കുന്ന കുട്ടികൾക്കും ഇത് വളരെ ഉപകാരം വരുന്നതാണ്. ഷാൻജാൻ്റെ വർക്കിംഗ് ടേബിളിൻ്റെ പുറത്തും ഇത് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പം ഞാനിത് ആദ്യം ഒരെണ്ണം മേടിച്ച് നോക്കിയതാണ്. ഫയൽസ് നമുക്കിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാം. എനിക്കൊക്കെ ആണെങ്കിൽ വർക്കുകൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മൾ പഴയ വർക്കൊക്കെ ആണെങ്കിൽ അതിൻ്റെ നോട്ട്സ് എടുത്ത് വെച്ചിട്ട് എനിക്കിങ്ങനെ കണ്ടുകൊണ്ട് തന്നെ അത് ഒരുമിച്ച് അപ്പം തന്നെ ഇരുന്ന് ടേബിളിൻ്റെ പുറത്തിരുന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ഫയലുകളൊക്കെ അതിൻ്റെ പുറകിലിങ്ങനെ നമുക്ക് എടുത്തു വയ്ക്കാനും പറ്റും. അധികം നമുക്കിത് വൃത്തിയാക്കാനും ഒന്നും ബുദ്ധിമുട്ടും ഇല്ല. പെട്ടെന്ന് നമുക്ക് പൊടിയൊക്കെ തട്ടിയെടുക്കാൻ പറ്റുന്ന മാതിരത്തെ ഒരു ഫയൽ ഹോൾഡറാണ് കേട്ടോ അത്. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഒരു ജ്വല്ലറി ഓർഗനൈസറാണ്. ഇത് ഇച്ചിരി ഒരു ഡാമേജ് ആയിട്ട് എനിക്ക് വന്നു, പക്ഷെ ഞാനത് തിരിച്ച് കൊടുത്തില്ല. കാരണം എനിക്ക് ഈ സാധനം ഇഷ്ടപ്പെട്ടു. ഇനി ആ ഒരു കാരണം പറഞ്ഞത്, ഇതിൻ്റെ രണ്ടാമത്തെ സെക്ഷനിൽ ഇച്ചിരി ഇന്ന് ഞെളങ്ങിയിട്ടാണ് ഇത് വന്നത്, പക്ഷെ ഞാനത് തിരിച്ചു കൊടുത്തില്ല കേട്ടോ. എനിക്കിത് ഓൾറെഡി ഇങ്ങനത്തെ ഒരു ചെറിയ ബോക്സുകളിലൊക്കെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ സൈസ് ഞാൻ മേടിച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഇത് കണ്ടോ, ആ ഭാഗത്താണ് ഒരു ചെറിയൊരു ഞെളക്കം ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള എല്ലാത്തിലും അത് ഓക്കെ ആയിരുന്നു, ഞാൻ ഹാപ്പി ആയിരുന്നു. അതുകൊണ്ട് ആ ഐറ്റം ഞാൻ എടുത്തു വെച്ചു കേട്ടോ. നമുക്ക് മോതിരാണെങ്കിലും കമ്മലൊക്കെ ആണെങ്കിലും മുകളിലത്തെ റോല് നമുക്ക് കാണാൻ പറ്റുന്ന മാതിരി നമുക്കത് വെക്കാം. അടുത്ത ഐറ്റമാണ് ടേപ്പിസ്ട്രി നീഡിൽസിൻ്റെ ഒരു സെറ്റ്. അത് ഞാൻ ഡിഫറെൻറ്റ് സൈസിലുള്ള ഒരു സെറ്റാണ് മേടിച്ചത്. എനിക്ക് ഇതിൻ്റെ കൂടെ ഇത് ഫ്രീ കിട്ടും എന്നുള്ളത് എനിക്ക് അറിയത്തിണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇത് ഞാൻ പല സൈസിലുള്ളതാണ് മേടിച്ചത് കേട്ടോ. ആ നീഡിലിൻ്റെ അറ്റം വളഞ്ഞിരിക്കുന്ന ടൈപ്പിലുള്ളത് എൻ്റെ കയ്യിലില്ല. അത് വെച്ച് ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ അത് അങ്ങനത്തെ ഒരു 2 വരുന്നതും, പിന്നെ പല അളവിലുള്ള നീഡിൽസ് വരുന്നതും, അതിൻ്റെ ഹോളിന് വ്യത്യാസം വരുന്ന പല അളവിലുള്ള നീഡിൽസ് വരുന്നതിൻ്റെയും ഒരു സെറ്റാണ് അത് ഓർഡർ ചെയ്തത് കേട്ടോ. അത് നല്ലൊരു ഐറ്റമാണ്. ഞാൻ നോട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ, അതിൻ്റെ റിവ്യൂ. അടുത്ത ഐറ്റം, ഞാൻ ഈസ്റ്ററൊക്കെ വരാൻ പോവല്ലേ, അതുകൊണ്ട് കുറച്ച് ഫ്ലവർ ഉണ്ടാക്കി വെക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഫ്ലവർ അറേഞ്ച്മെൻറ്റിന് വേണ്ടി ടേപ്പും അതിൻ്റെ സ്റ്റെമ്മും, അത് ഓൾറെഡി ഗ്രീൻ കളർ ചുറ്റി വന്നിട്ടുള്ള സ്റ്റെമ്മാണ് കേട്ടോ. ഇത് ഇച്ചിരി കട്ടിയുള്ള സ്റ്റെമ്മാണ്. അപ്പോൾ അതിന് മാച്ചിന് തന്നെ ഗ്രീൻ ടേപ്പിൻ്റെയും ഒരു സെറ്റാണ് മേടിച്ചത്. ഇത് ഒരു പശയാണ്. ഇത് നമുക്ക് ക്രാഫ്റ്റിനൊക്കെ യൂസ് ചെയ്യുന്ന, എനിക്ക് തോന്നുന്നു ക്രാഫ്റ്റ് ചെയ്യുന്ന ഒരുവിധം ആൾക്കാരെല്ലാം യൂസ് ചെയ്യുന്നതാണ് ഈ 7000 എന്ന് പറയുന്ന ഈ ഗമ്മ്. ഇത് നല്ലതാട്ടോ. ക്രോഷ്യ വർക്കുകൾക്കും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടി മേടിച്ചതാണത്.
ഇത് ഒരു സിക്സാക് സിസേഴ്സാണ് പിന്നെ മേടിച്ചത്. ഇത് അങ്ങനെ സാധാരണ കോമൺ ആയിട്ട് ആൾക്കാർ മേടിക്കുന്ന ഒരു ഇതല്ല. പക്ഷേ എൻ്റെ കയ്യിൽ ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ വേറെ ഉണ്ടായിരുന്നു മുമ്പ്. അതൊട്ടും നമുക്ക് കട്ടിയുള്ള കാർഡ്ബോർഡിലോ ഒന്നും നമുക്ക് വെട്ടാനായിട്ട് പറ്റത്തില്ല. എനിക്കിത് ഫ്ലവർ മേക്കിങ്ങിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ അത്യാവശ്യം നല്ല വെയിറ്റുള്ള ഒരു സിസേഴ്സാണ് മേടിച്ചത്. ഇതിന് അത്യാവശ്യം റേറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിപ്പം കാർഡൊക്കെ വെട്ടാനാണെങ്കിൽ അതിൻ്റെ അരികൊക്കെ നല്ല അടിപൊളിയായിട്ട് സിക്സാക്കിൽ നമുക്ക് വെട്ടിയെടുക്കാം. ഈ ചെറിയ സ്മോൾ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കര ഹെൽപ്പാവുന്ന ഒരു സാധനമാണ് കേട്ടോ. നമ്മൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സിസേഴ്സ് നോക്കി നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി നാൾ യൂസ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു എൻ്റെ കയ്യിൽ മുമ്പുണ്ടായിരുന്നു, കുട്ടികൾ എന്തോ ഒരു ക്രാഫ്റ്റ് വർക്കിന് വേണ്ടി മേടിച്ചതാണ്. അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് ഒട്ടും വർക്കാവുന്നുണ്ടായിരുന്നില്ല ഞാൻ വെട്ടി നോക്കിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കനം ഉള്ളത് നോക്കി മേടിച്ചതാണ് കേട്ടോ. ഇത് നമ്മുടെ ഫ്ലവർ മേക്കിങ്ങിന് തന്നെ യൂസ് ചെയ്യുന്ന വേറെ ഒരു ടൈപ്പ് വയറാണ് കേട്ടോ. ഇത് പല ടൈപ്പ് വയറുകൾ നമുക്ക് കിട്ടും. ഞാൻ പല വയറുകളും എൻ്റെ വീഡിയോകളിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് വളരെ കനം കുറഞ്ഞ ഒരു ടൈപ്പ് വയറാണ്. ഇത് വൈറ്റ് കളറിലാണ് ഇത് വരുന്നത്. ഇത് കണ്ടോ, ആ ഗ്രീൻ കളറും ഈ വൈറ്റും തമ്മിലുള്ള സൈസിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതെനിക്ക് നടുക്കിൽ ഈ പിപ്സിൻ്റെ പകരമൊക്കെ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അതിനൊക്കെ വേണ്ടിയിട്ട് പിന്നെ കനം കുറഞ്ഞ എന്തെങ്കിലും ഇപ്പോൾ ഒരു ബഞ്ചായിട്ട് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മാതിരത്തെ ഒരു വയറാണ് കേട്ടോ. അടുത്ത ഐറ്റം ഞാൻ മേടിച്ചത് ഒരു ഗ്രിപ്പുള്ള ടൈപ്പ് മാറ്റുകളാണ്. മാറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, കട്ട് ചെയ്ത് നമ്മൾ ഇടത്തില്ലേ, അതായത് കബേർഡിൻ്റെ ഉള്ളിലാണെങ്കിലും നമുക്കിപ്പോൾ കിച്ചൺ കബേർഡ്സിൻ്റെ ഉള്ളിലാണ് ഏറ്റവും കൂടുതൽ ഇത് ആവശ്യം വരുന്നത്. ഞാൻ നമ്മുടെ ഇപ്പോൾ കിച്ചണിലൊക്കെ ഇങ്ങനത്തെ മാറ്റുകൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലിടും. ഒക്കെ മാറ്റുകൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് അഴുക്കാവും കേട്ടോ. അപ്പോൾ നമ്മളത് വാഷ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ നമുക്കത് നല്ലപോലെ സ്റ്റെയിനൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് മാറ്റി പുതിയത് ഇടുക. ഇതിപ്പോൾ ഓൾറെഡി ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നിരുന്ന മാറ്റാണ് ഇത്. ഞാൻ എൻ്റെ ഇപ്പം മേക്കപ്പ് എന്താ പറയുക, ആ ഒരു ഷെൽഫിൻ്റെ ഉള്ളിലൊക്കെ ഇടുന്നതാണ്. കബേർഡുകളുടെ ഉള്ളിൽ ഇടാറുണ്ട്. എല്ലാ സ്ഥലത്തും ഇങ്ങനത്തെ മാറ്റ്സ് ഇടാറുണ്ട്. അപ്പം എനിക്ക് ഓൾറെഡി പിന്നെ ഇൻറ്റീരിയറുകാർ ചെയ്ത് തന്നു പോയത് കുറച്ച് ആഷൊക്കെ കിടക്കുന്നുണ്ട്. അല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം ഞാൻ ഇങ്ങനത്തെ മേടിച്ച് മാറ്റി ഇടാറുമുണ്ട് കേട്ടോ. ഇത് നല്ലതാണ്. ഇത് യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ഇത് യൂസ് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ക്ലീനിങ് കുറച്ചും കൂടി എളുപ്പമായിട്ട് വരും. അതിൽ പൊടിയൊക്കെ കളഞ്ഞെടുക്കാൻ എളുപ്പമാണ് കേട്ടോ. ഇനി അടുത്ത ഐറ്റമാണ് ഈ ക്രേപ്പ് പേപ്പർ. അയ്യോ, ഇത് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു ക്രാഫ്റ്റിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ക്രേപ്പ് പേപ്പർ ഞാനിവിടെ മേടിച്ചിട്ട് ഇതിൻ്റെ ചില കാര്യങ്ങൾക്കൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ഫോട്ടോ കണ്ടപ്പോഴുണ്ടല്ലോ ഞാൻ വിചാരിച്ചു ഇത് നല്ല ക്വാളിറ്റി ഉള്ള ക്രേപ്പ് പേപ്പറാണെന്ന്. പക്ഷെ വന്നപ്പോൾ ഞാൻ മുമ്പ് ഒരു പ്രാവശ്യം മേടിച്ചിട്ട് എനിക്ക് അനുഭവമുള്ള അതുപോലത്തെ തന്നെ ക്രേപ്പ് പേപ്പറാണ് എനിക്ക് കിട്ടിയത്. ഇതൊട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഈ ക്രേപ്പ് പേപ്പർ ഒട്ടും കൊള്ളൂല കേട്ടോ. ഫ്ലവർ മേക്കിങ്ങിന് വേണ്ടി തന്നെ ഞാൻ മേടിച്ചതാണ് ഇത്. പക്ഷെ ഞാൻ ഒട്ടും സജസ്റ്റ് ചെയ്യാത്ത ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇത്ര ഐറ്റംസുകളാണ് ഞാൻ ആമസോണിൽ നിന്ന് ഈ അടുത്തായിട്ട് മേടിച്ചത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഞാൻ കൊടുത്തേക്കാം. ആവശ്യമാണെന്ന് തോന്നുന്നവർ അതൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് ഈ ക്ലോത്ത് കാര്യങ്ങളെല്ലാം പല ആൾക്കാരും കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ടാണ് ക്ലോത്തെല്ലാം ഞാൻ എടുത്ത് കാണിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസായിട്ട് കാണാം.